ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൺമണിയും അതുപോലെ ഗോകുലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വരുണ് വിളിക്കാട്ടോ, കോൾ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ ഗോകുൽ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തന്നെ ഞാൻ ഗോകുലാണെന്ന് പറയുന്നു. ആ മോനെ കൺമണി എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉറങ്ങിയല്ലോ എന്ന് പറയുന്നുണ്ട്. അതെ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, അവൾക്കൊന്ന് ഫോൺ കൊടുക്കുമോ? അപ്പോൾ ഉറങ്ങി വരുൺ ചേട്ടാ, ഇനിയിപ്പോൾ വിളിക്കുന്നത് ശരിയാണോ? എനിക്ക് മനസ്സിലാവും ഉറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്തുന്നത് അത്ര നല്ല സ്വഭാവമല്ല. എന്നാലും എനിക്ക് അവളോട് സംസാരിക്കണം. ഒന്ന് വിളിക്കേണ്ട മോനെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറയുന്നു. അപ്പോൾ കൺമണി പറയുന്നുണ്ട് കോള് താ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പം ഇതാ വരുൺ ചേട്ടൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കൺമണി, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. സോറി എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. നീ അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടു. മാത്രമല്ല വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് ശാസിച്ചു. നിന്നോട് ഇങ്ങനെയൊന്നും പറയാനോ ചെയ്യാനോ പാടില്ല എന്നുള്ള രീതിയിൽ അവർ തന്നെ എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ഒരിക്കലും നിന്നെ ആവർത്തിക്കില്ല കൺമണി, സോറി എന്ന രീതിയിൽ 100 തവണ എങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം വരുൺ പറയുന്നുണ്ട്, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അതുവരെ ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞതെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് ക്രഷും അതുപോലെ തന്നെ ഫ്രണ്ടും കൂടി വണ്ടിയിൽ പോകുന്ന സമയത്തേന് ആ കിളിയനെ അന്വേഷിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ കിളിയനെ കണ്ടുമുട്ടുമ്പോഴത്തേനും ഫ്രണ്ടിനോട് പറയുന്നുണ്ട് അവനെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വണ്ടി കയറ്റെന്ന് പറയുമ്പോഴത്തേനും പിടിക്കാൻ പോകുമ്പോൾ പെപ്പർ സ്പ്രേ എടുത്ത് മുഖത്തടിക്കുന്നുണ്ട് കേട്ടോ. കിളിയൻ അങ്ങനെ രക്ഷപ്പെടുന്നു. അതിനുശേഷം തന്നെ അവൻ വിരിച്ച് കരയാണ് ചെയ്യുന്നത്. കൃഷി ഓടി വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് മുഖം കഴുകുന്നുണ്ട്. അവൻ ഒരു അപകടകാരിയാണെന്നുള്ളത് ഉറപ്പാണ്. അവൻ്റെ കയ്യിൽ എന്തൊക്കെയോ കരുതികൊണ്ട് നടക്കുന്നത്. ഇനി അവനെ വിട്ടുകൊടുക്കില്ല, എത്രയും പെട്ടെന്ന് തന്നെ അവനെ പൂട്ടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. രണ്ടുപേരും പറയുന്നുണ്ട് ഇനി വിട്ടാൽ പറ്റില്ല. ബലരാമൻ അവൻ എന്തോ ഒരു ഉദ്ദേശമുണ്ടെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കിളിയനും അതുപോലെ തന്നെ ബലരാമനും കൂടി വീട്ടിൽ വെച്ചിട്ട് കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ബലരാമനോടായിട്ട് പറയുമ്പോഴത്തേനും, എടാ നീ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഓടുകയല്ലേ വേണ്ടത്, ആ പെപ്പർ സ്പ്രേ എടുത്ത് മുഖത്തടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അങ്ങനെയാകുമ്പോൾ അവരെന്താ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക? ഞാൻ വളരെ ഡേഞ്ചറാണെന്ന രീതിയിലല്ലേ കൃഷി വിചാരിച്ചിട്ടുണ്ടാവുക. നമുക്കിവിടെ നിൽക്കേണ്ട ബോസ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മ ഒരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ, അല്ലാതെ ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിന്നോട് അമ്മ പറഞ്ഞതാണ് അവരെ പിടിച്ചുകൊണ്ട് വരാനായിട്ട്. പക്ഷേ നീ ചെയ്തപ്പോൾ മണ്ടത്തരം തന്നെയല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അമ്മ എന്ത് കാര്യങ്ങളും പറഞ്ഞാലും അത് എന്നോട് ചോദിക്കാതെ നീ ഒരിക്കലും തന്നെ ചെയ്യരുത് കിളിയ എന്ന് പറയുന്നുണ്ട്. ഇല്ല ബോസേ, ബോസിനോട് ചോദിച്ചിട്ട് മാത്രമാണ് ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ. ബോസേ, ഞാനിവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല, ഞാൻ ദുബായിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് പറയുന്നു. എടാ അതാണ് നല്ലത്, നീ തിരിച്ചു പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. നിന്നെ ഇനി അവരുടെ കണ്ണിൽ കാണാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് സാഗർ വിളിക്കുന്നത്. സാഗറും അതുപോലെ സുജാതയും കൂടി ബലരാമനെ വിളിക്കുകയാണ്. ആ മോനെ, കുറേ ദിവസമായല്ലോ നീ ഇങ്ങോട്ട് വന്നിട്ടും വിളിച്ചിട്ടും. നിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഞങ്ങൾ വിളിച്ചതാണ്. മാത്രമല്ല മോൻ നിൻ്റെ അച്ഛനെയും അമ്മേനെയും ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ കണ്ടില്ല. ഒരു കാര്യം ചെയ്യ്, മോൻ്റെ തിരക്കെല്ലാം തന്നെ ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരാം. മോനെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞെന്ന് പറയുന്നു. അയ്യോ അച്ഛ, എന്താ മോൻ്റെ അച്ഛൻ്റെ പേരെന്താ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ആകെ പെട്ടു പോവാണ് കേട്ടോ ബലരാമൻ. അപ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്കൊരു കോള് വരുന്നുണ്ട്, അർജൻറ്റാണ് അച്ഛാ, ഞാൻ വീണ്ടും വിളിക്കാമെന്ന് പറയുന്നു. ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം തന്നെ സുജാതയും സാഗറും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൃഷി പറഞ്ഞതൊക്കെ ശരിയാണെന്നാണ് തോന്നുന്നത്. കാരണം തന്നെ ബലരാമിന് വേറെ എന്തൊക്കെയോ ഉദ്ദേശമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൻ ഫോൺ കട്ട് ചെയ്ത് കണ്ടോ. കാരണം അച്ഛനെക്കുറിച്ചും അതുപോലെ വീടിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവനത് തുറന്ന് പറയാൻ കൂടി നിന്നില്ലല്ലോ സുജു. എന്തോ പ്രശ്നമുണ്ട്, നമ്മൾ അവനെ വിശ്വസിച്ചതൊക്കെ തെറ്റായെന്നൊരു തോന്നലുണ്ടെന്ന് പറയുന്നു. എന്താ സാഗർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കങ്ങനെ ഒരു തോന്നലാണ് സുജു. കാരണം ഇതൊരു പ്രശ്നമാണ്. അവൻ്റെ അച്ഛനും അമ്മേനെയും അമ്മയെ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛനും അതുവരെ വീടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാം കണ്ടിട്ട് വേണമായിരുന്നു അവനെ മകനെ പോലെ നമ്മൾ സ്നേഹിക്കാൻ. ഒരു പരിധിയിൽ കൂടുതൽ ഇനി അവനോട് അടുക്കണ്ട എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ തന്നെ വേഗം പോയിട്ട് തന്നെ ബലരാമൻ വേഗം സുമിത്രയോടും അതുപോലെ ബാലുവിനോടും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അച്ഛൻ അമ്മ, നമുക്ക് പെട്ടെന്ന് തന്നെ ദുബായിലേക്ക് പോകാം, തിരിച്ചു പോകാം. ഇവിടുത്തെ ബിസിനസ്സൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കാം, ഇവിടുത്തെ സ്റ്റാഫിനെ എല്ലാം പിരിച്ചുവിടാം, എത്രയും പെട്ടെന്ന് പോകും. എന്താ ബലരാമ നീ പറയുന്നത് ചോദിക്കുന്നുണ്ട് അമ്മ. അതല്ല, സാഗറും സുജാതയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന ആകെ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നമാണ് നീ ഈ ഉദ്ദേശിച്ച് കൂട്ടുന്നത് പറയുന്നത്? അവർ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യം ചെയ്തത് നമ്മളാണെന്ന് അറിഞ്ഞാൽ
അത് വലിയ പ്രശ്നമായി മാറില്ലേ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു. നിൻ്റെ അത്ര പേടിയൊന്നും എനിക്കില്ലല്ലോ ബലരാമ. കാരണം ഞാൻ അതിനു വേണ്ടി തന്നെയാണ് കാത്തിരുന്നത്. ഞാനും ബാലും ഞങ്ങൾക്ക് എത്ര വർഷത്തെ പകയാണെന്ന് അറിയോ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് അവരിങ്ങോട്ട് വരട്ടെ. വന്നതോടുകൂടി എല്ലാം അവസാനിപ്പിക്കാനും എനിക്ക് നല്ല പോലെ അറിയാം. അതിനാരും തന്നെ എൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. നീ പോയിക്കോ, ദുബായിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും നീ തിരിച്ചു പോയിക്കോ. എനിക്ക് ആവശ്യമില്ല. ഈ ഒരു അംഗം ഞാൻ ഒറ്റയ്ക്ക് തന്നെ കളിക്കുമെന്ന രീതിയിലൊക്കെ സുമിത്ര പറയുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങളുടെ മകനെ ഒരുപാട് സ്നേഹിച്ചിട്ടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയാണ് വളർത്തി വന്നത്. പക്ഷേ ഇപ്പോൾ അവന് വേറൊരു അച്ഛനും അമ്മയൊക്കെ ആയി. ഒരു പക്ഷേ നീ മനസ്സിലാക്കിക്കോ, നിനക്ക് ഞങ്ങൾ നഷ്ടപ്പെട്ടാലും നിനക്ക് വേറൊരു അച്ഛനും അമ്മയും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട ബലരാമ എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒളിച്ചോടാനോ പോകുന്നില്ല. ഞാനും ബാലുവും കൂടി ഞങ്ങൾ നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ബലരാമനോട്. ബലരാമനൊന്നും പറയാൻ പറ്റാതെ ആയിരിക്കുകയാണ്. പിന്നീട് സുജാതയും അതുപോലെ സാഗറും നിന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതാണ് സുജു. ഇനി കൃഷി പറഞ്ഞ് നമ്മൾ അനുസരിക്കണം. അവൻ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ്. കാരണം അവൻ്റെ അച്ഛനും അമ്മേനെയും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവൻ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ബലരാമനെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്, അത് തെറ്റാണെന്ന് പറയുന്നു. പക്ഷേ സുജാതയ്ക്കാണെങ്കിലോ, കാരണം ബലരാമൻ സ്വന്തം മകനെ പോലെയാണ് അവളെ ഒരുപാട് രക്ഷിച്ചു. സ്വന്തം മകൻ്റെ അത്രയും സ്നേഹം തന്നെ ബലരാമൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. മനസ്സിൽ ആലോചിക്കുകയാണ് സുജു. ബലരാമൻ അവന് കളങ്കമില്ലാത്തൊരു സ്നേഹമാണ് അവൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത്. എൻ്റെ പൊന്നു മോനാണ് അവൻ. ഒരിക്കലും തന്നെ അവൻ എന്നെ ചാദിക്കില്ല എന്നൊക്കെ രീതിയിൽ സുജാത ആലോചിച്ചുകൊണ്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത്. ആ സമയത്താണ് കൃഷ് അങ്ങോട്ട് വരുന്നത്. അമ്മയുടെ അച്ഛൻ്റെ ആ പുന്നാര മോനില്ലേ ബലരാമൻ, അവൻ നല്ലൊരു ഗുണ്ടയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കിളിയൻ, അവനെ ഞങ്ങളൊന്ന് പൊക്കാനായിട്ട് ശ്രമിച്ചു, അവൻ്റെ വിവരങ്ങൾ അറിയാൻ ബലരാമൻ്റെ. പക്ഷെ അവൻ്റെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ട്. അത് അവൻ്റെ മുഖത്ത് അടിച്ചിട്ട് ആകെ കുളമാക്കി. അപ്പോൾ അവൻ്റെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ടെങ്കിൽ ബലരാമൻ്റെ കയ്യിൽ മിനിമം ഒരു തോക്കെങ്കിലും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുജാതയ്ക്ക് ആകെ ടെൻഷനാവുന്നുണ്ട്. എന്താ മോനെ നീ പറയുന്നത്? അതെ അച്ഛാ അമ്മേ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ്. ആ ബലരാമനെ കൈയോടെ പൊക്കാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്, പക്ഷെ നടക്കുന്നില്ല. പിന്നെ അച്ഛനും അമ്മയ്ക്ക് അവനെ പറയുന്നത് ഇഷ്ടപ്പെടുന്നൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഇനി മോനാണ് ഞങ്ങളുടെ മൂത്ത മോൻ, അല്ലാതെ ഞങ്ങൾക്ക് ഇനി വേറെ മക്കളൊന്നുമില്ല. നമ്മുടെ കൃപയല്ലാതെ ഞങ്ങൾ വേറെ ആരെയും നല്ല രീതിയിൽ സ്നേഹിക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റിയതെന്ന് പറയുന്നു. ഞങ്ങൾക്ക് തെറ്റ് പറ്റി മോനെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടിയിരുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നന്നായി, അച്ഛനും അമ്മയ്ക്കും എന്തായാലും ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലോ, എന്നെ വിശ്വസിച്ചല്ലോ, അതെന്നെ സന്തോഷം. എന്തായാലും ഇനി ബലരാമൻ നമുക്ക് പൊക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കൺമണിയുടെ വീട്ടിൽ അമ്മായിമാരെ കാണിക്കുന്ന അമ്മായിമാർ പറയുന്നുണ്ട്, എന്തോ ഒരു പേടി ഞങ്ങളുടെ മനസ്സിലുണ്ട്, എന്താവും ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് എല്ലാവർക്കും ഉണ്ടോ എന്ന് പറയുന്നു. എന്തോ ഒരു അപകടം വരാൻ പോകുന്നത് പോലെ തോന്നുന്നു. അപ്പോഴേക്കും ധനലക്ഷ്മി വരുന്നു. ധനലക്ഷ്മി ഒരു കത്തി കൊണ്ട് വരാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും അമ്മായിമാർ പേടിക്കുന്നുണ്ട്. അപ്പോഴത്തേനും പറയുന്നുണ്ട് കൈ പൊക്കിയിട്ട്, എൻ്റെ കയ്യിന് ഒരു കുഴപ്പമില്ല, ഇത് ധനലക്ഷ്മിയാണ്, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ വല്ലാതെ കളിക്കാൻ നിൽക്കണ്ട. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരു സംഭവം അവിടെ നടക്കാനായിട്ട് പോകുന്നു. നിങ്ങൾ കാത്തിരുന്നത് നിങ്ങളൊക്കെ ഞെട്ടുമെന്ന് പറയുകയാണ്. അമ്മായിമാർ പറയുന്നുണ്ട്, എന്താ ധനലക്ഷ്മി പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് കണ്ട് തന്നെ മനസ്സിലാക്കാം. എന്തായാലും വരാനുള്ളത് അത് വന്നല്ലേ പറ്റുള്ളൂ. പിന്നെ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്ന സുഖമല്ലല്ലോ, അത് കണ്ട് തന്നെ മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിൻ്റെ വിശേഷം കഴിയുന്നത്.